ശശി തരൂർ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ വർക്കിംഗ് കമ്മിറ്റിയിൽ എങ്ങനെയാണ് വന്നത്? വർക്കിംഗ് കമ്മിറ്റിയിൽ വരുന്നത് ശശി തരൂരിൻ്റെ ഒരു വലിയ കോൺഗ്രസ് പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്താണോ? അങ്ങനൊന്നും അല്ലെന്നേ. എടുത്തത് എന്തുകൊണ്ടാണ്? ഖാർഗെക്കെതിരെ മത്സരിച്ചു എന്നുള്ളതാണ് അല്ലേ. ഖാർഗെക്കെതിരെ മത്സരിച്ചപ്പോൾ 11% വോട്ട് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനമാണ്. 1084 വോട്ടം കണ്ട് കിട്ടി. 7000 ഇഷ്ടം വോട്ടേ ഖാർഗെക്ക് കിട്ടിയുള്ളൂ. പക്ഷേ ഖാർഗെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്കെതിരെ മത്സരിച്ചയാളെ പുറത്തു നിർത്തിയ എന്താ അവസ്ഥ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതൊരു ഒരു ട്രാപ്പ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പുറത്തു നിർത്തിയാൽ കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ട് സംസാരിക്കുന്നവർ, അവർക്കെതിരെ മത്സരിക്കുന്നവരെ പുറത്താക്കപ്പെടും അല്ലെങ്കിൽ പുറത്തു നിർത്തപ്പെടും എന്നൊരു പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ പാരമ്പര്യമില്ലേ? രമേശ് ചെന്നിത്തല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ തുടങ്ങിയതല്ലേ ഈ പണി? അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിരുന്നില്ലേ? NSUIൻ്റെ ദേശീയ നേതാവായിരുന്നില്ലേ? AICC സെക്രട്ടറി ആയിരുന്നില്ലേ? സംസ്ഥാനത്ത് MLA ആയിരുന്നു, MP ആയിരുന്നു, ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള ആളല്ലേ? എന്നിട്ട് അതായത് സ്ഥിരം ക്ഷണിതാവ് മാത്രമായത് ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്തു. അപ്പം പിന്നെ രമേശ് ചെന്നിത്തല ചെയ്യാൻ പറ്റില്ല. ഒരു സമുദായത്തിന് രണ്ടുപേരെ പറ്റില്ല. ഈ ഒരു പ്രശ്നം അല്ലാതെ തന്നെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും ഉണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ പോലും അവർ അത് അക്കോമഡേറ്റ് ചെയ്തത് അതുകൊണ്ടാണ്. മാത്രമല്ല ഒരിക്കലും ശശി തരൂർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഗുഡ് ബുക്കിലൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പോൾ G23 ശശി തരൂർ ഉണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന നേതൃത്വം മാറണം അല്ലെങ്കിൽ നേതൃത്വം ശക്തിപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ശശി തരൂരിൽ ഈ പറയുന്ന പാർട്ടിയോട് ഉത്തരവാദിത്വം ആദ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു കാര്യം.